ഓറഞ്ച് മോൻ, ഓറഞ്ചോ, ഓറഞ്ചോ. ഇത് അച്ചു കിടക്കുന്ന റൂമാണ്. അപ്പോൾ ഇവിടെ ഈ റൂമിൽ ജനൽ എപ്പോഴും തുറന്നിടും പകലൊക്കെ കേട്ടോ. രാത്രി അടയ്ക്കും. പകൽ തുറന്നിടുന്ന സമയത്ത് ഇവൻ എന്ത് ചെയ്യുന്നറിയാം, അത് കൂടെ കയറിയിട്ട് ഹോളിലേക്ക് വരും. എന്നിട്ട് നമ്മുടെ കുട്ടാപ്പിനെ പല്ലാൻ വേണ്ടിയിട്ട് വീട്ടിനകത്ത് കയറി വന്ന് ഓട്ടിക്കും. എന്നിട്ട് ഇങ്ങനെ നിൽക്കണുണ്ട്, മുടിയൊക്കെ ഇങ്ങനെ എണിച്ച് നിൽക്കും. എന്നിട്ട് ഒരു നിലവിളിയാണ്, ഡേ ഡേ. വയറ് നിറയെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടക്കുകയാണ്. ഓറഞ്ച് ഓറഞ്ച്, നീ ഇങ്ങനെ നടന്നടി, ഇങ്ങനെ നടന്നോ, മര്യാദയ്ക്ക് അവിടെ പോയി കിടന്ന് ഉറങ്ങിക്കോ. ഇവിടെ ഈ ഷെഡിൽ കയറില്ല. അപ്പുറത്ത് വലിയ ഷെഡ് ഉണ്ടല്ലോ ഇവർക്ക് കിടന്ന് ഉറങ്ങാനും ഇവർക്കുള്ളതൊക്കെ. അപ്പോൾ നമ്മുടെ പൂച്ചകളൊക്കെ അതിലാണല്ലോ ഉള്ളത്. വീട്ടിനകത്ത് നമ്മുടെ എന്താ പറയുക, കുട്ടാപ്പിയും കുഞ്ഞുമണിയും പിന്നെ നമ്മുടെ ഓറിയാണുള്ളത്. ദേ കുട്ടു നിൽക്കുന്നുണ്ടോ, കുട്ടാ കുട്ടു, ഇങ്ങോട്ട് വാടാ. ഇരുട്ടിൽ കാണുന്നില്ലേ, കണ്ട കുട്ടിന്റെ കണ്ണ് തിളങ്ങുന്നുണ്ട. കുട്ടുമാ വാ വാ വാ. ഫുഡൊക്കെ കഴിച്ചിട്ടാ പോയിരിക്കുന്നത് കേട്ടോ. അവനവിടെ നിൽക്കുന്നതുകൊണ്ട് എപ്പോൾ വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം. അപ്പോൾ അവനെ നോക്കിക്കൊണ്ടിരിക്കുക. വന്നു കഴിഞ്ഞാൽ ഓടി ഇവർ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ മതിലിൻ്റെ മേലെ കയറും. ആ ചെറുത് കയറി പോയി കേട്ടോ മതിലിൻ്റെ മേലേക്ക്. എന്നിട്ട് അവൾ രാത്രി ഒരുപാട് വൈകിട്ടാണ് അപ്പുറത്തെ ഷെഡിനകത്ത് കയറി കിടന്ന് ഉറങ്ങുന്നത്. ബാക്കിൽ ഷെഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ വലിയൊരിതാണ് കേട്ടോ. അതും ചുറ്റും ഒരു വീട് പോലത്തെ അല്ല, ഫുൾ എന്താ പറയുക, ഇതുമാതിരി ഫുള്ള് ഇങ്ങനെ നല്ല ഇതാക്കിയവർക്ക് പുറത്ത് പോകാനോ പുറത്ത് നിന്ന് വേറെ ഒരു ഒന്ന് അറ്റാക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല. അതുമാതിരി സേഫായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവൻ ആദ്യം മേലുള്ള ചെറിയ ഹോളിൽ കൂടെ കയറിയിട്ട് എൻ്റെ മിന്നുവിന് ഒരു ദിവസം കടിച്ച് കൊല്ലാനാക്കിയിരുന്നു. കഴുത്തി പിടിച്ചിട്ട് നമ്മൾ പോയിട്ടാണ് രക്ഷിച്ചത്. ഒരു തല്ലും കൊടുത്തു ഇവനക്ക് ഇക്ക കടിക്കുന്നുണ്ടിട്ട്. പിന്നെ ഇക്ക ആ ഒരു ഹോള് വേഗം അടച്ച്. അപ്പോൾ ഇവർക്കൊന്നും അങ്ങോട്ടും പോകാൻ പറ്റില്ല, അവന് അവിടെ ഉള്ളവർക്ക് പുറത്തും വരാൻ പറ്റില്ല. കുട്ടുമ്മ നീ ഇങ്ങനെ നടന്നോട്ടാ. ആദ്യമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കിടന്ന് അങ്ങനെ ഉറങ്ങും, പുറത്തേ പോകില്ല കേട്ടോ. 7 മണിക്ക് വന്നാൽ പുലർച്ചെ എണിച്ച് പോകത്തുള്ളൂ. ഇപ്പം എങ്ങനെയാന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കും പോവും. ഇവിടെ ആരെങ്കിലും വരെ സൗണ്ട് കേൾക്കാതെ, പകലാണെങ്കിൽ രാത്രി ആണെങ്കിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഓടി വന്ന് നോക്കിയിട്ട് പോവും. ഇവിടെ ആരും വന്നു കഴിഞ്ഞാൽ അവനറിയാം സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ. പക്ഷെ ഇവിടെ ഭയങ്കര ചെതലിൻ്റെ ശല്യം. അതുകൊണ്ട് ചെതലിൻ്റെ മരുന്ന് മേടിച്ച് വെച്ചാണ് ഇക്ക. അപ്പോൾ ഇത് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പൊതി അഴിച്ച് വെച്ചത് എന്താണെന്നറിയാം, ഉമ്മർത്താരെയും വന്നു കഴിഞ്ഞാൽ ഈ പൊതി വെച്ചേക്കണമെന്ന് വെച്ചാൽ കൈ കിട്ടി തോക്കിയിട്ട് പോകില്ലേ. അപ്പോൾ ഞാനത് പൊതിനെ അഴിച്ച് വെച്ചതാണ്. പിന്നെ ഇത് നമ്മുടെ കുട്ടിയൊക്കെ സിറ്റൗട്ടിൽ കയറി കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ബോട്ടലിൽ ഉജാലയൊക്കെ, ഇതൊക്കെ വെറുതെ പറയുന്നത് കേട്ടോ, ചുമ്മാ പറയുന്നത്. കുട്ടി ഇത് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് കൂടെ വരും. രാത്രി 8 മണി കഴിഞ്ഞു, നമ്മൾ കിടന്നുറങ്ങാൻ പോകുന്നു. ഉറക്കമൊക്കെ 11 മണി കഴിയും, 12 മണിയൊക്കെ ആവട്ടാ. ചില സമയത്ത് നേരത്തെ കിടക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വിചാരിക്കും, നടക്കത്തില്ല. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ എടുക്കാം. ഓക്കെ, ബൈ.